ഹായ് ഗൈസ്. അപ്പോൾ ഇന്നലെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരു 9-9:30 എത്തിയിരിക്കണേ. പിന്നെ ഇന്നിപ്പോൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർക്കാണ്. പപ്പാൻ്റെ വീട് അവിടെയാണ്, കണ്ണൂരാണ്. പപ്പാൻ്റെ തറവാടാണെങ്കിലും അതേപോലെ കസിൻസൊക്കെ ഉള്ളത്, മീൻസ് സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഉള്ളത് അവിടെ കണ്ണൂരാണ്. സോ ഞങ്ങൾ ആദ്യം തിരൂര് പോയി. അവിടുന്ന് ഒരു കലീജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി ഫുഡ് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം പപ്പയ്ക്ക് അവിടുന്ന് നല്ല കുട്ടൻ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞു. കിട്ടുമെന്ന് അറിയില്ല, നോർമലി എല്ലാ ഡേയ്സിലും ഉണ്ടാവാറുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ടൈം മമ്മനീറ്റ് അവിടെ പോയിട്ട് നല്ല ഫുഡാണ് മമ്മക്ക് കിട്ടിയത്. സോ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിക്കണം. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടാ. പോണ വഴിക്ക് ഒരു രക്ഷയില്ല. ചെറിയ രീതിയിൽ മഴ ചാർന്ന് ഇടക്കൊന്ന് പെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ചെറിയ രീതിയിലാണ് പെയ്യുന്നത്. അത് കാരണം നല്ല അടിപൊളി ക്ലൈമറ്റ്. അങ്ങനെ ഇപ്പോ നമ്മള് കലീജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എത്തിക്കാൻ തിരൂര്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്രകൾ. കലീജ് അല്ല കേട്ടോ, കലീസ് ആണ് സംഭവം. കുട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നെങ്കിലും അത് അവിടുന്ന് കിട്ടിയില്ല. ഓണായതുകൊണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് ഇവര് ഓണത്തിന്റെ ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളിയായിരുന്നു. മമ്മയും പപ്പയും നെയ്ച്ചോറും അയക്കൂറ ഫ്രൈയും ആയിരുന്നു മേടിച്ചത്. ഞാനും പിന്നെ ബീഫ് വരട്ടിയതുമാണ് മേടിച്ചത്. ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ബീഫൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഓണം ആയതുകൊണ്ട് പായസം ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പാലിളനീർ പായസം, ഗോതമ്പ് പായസം കഴിച്ചു കേട്ടോ. അതിൽ ഗോതമ്പ് പായസം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കൊയിലാണ്ടി എത്തിയപ്പോ ജ്യൂസിൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് നല്ല ഇളനീർ ജ്യൂസ്. പിന്നെ രാത്രി ആയപ്പോഴാണ് കണ്ണൂർ എത്തിയത്. ഇതാണ് നമ്മളെ റസിയാൻ, അതായത് നമ്മളെ പെറ്റാച്ച, പപ്പന്റെ തേളി. ഞാൻ കഴിക്കുന്ന മിക്ക ഫുഡും ഉണ്ടാക്കിയത് നമ്മൾ പെറ്റാച്ചയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് വയറ് നിറഞ്ഞ് 2 കിലോ കൂടിയിട്ടേ ഞാൻ പോവാറുള്ളൂ. ഇവിടെ വന്ന ഫുഡിന്റെ വേറൊരു മേളം തന്നെയാണ്. ഇത് ചപ്പാത്തി, അരിപ്പത്തില്, പിന്നെ കല്ലുമ്മക്കായ, ബീഫ്, ഫിഷ്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ രാത്രി കഴിച്ചത് കേട്ടോ. ഈ ചപ്പാത്തി ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ, ഡബിൾ ലെയർ ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ മോർണിംഗ് ആയ നമ്മളെ നാട്ടിലെ മുട്ടപ്പത്തിരി, ഇവിടെ മുട്ട സുർക്കാനാണ് കേട്ടോ പറയാ. പിന്നെ അതേപോലെ ഞാൻ ഷോപ്പിൽ നിന്ന് കഴിച്ചേക്കാൾ രസം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ദോശയാണ്, അതിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അത് നെയ്ച്ചോറിന്റെ അരി കൊണ്ട് ഉണ്ടാക്കുന്നതാ. പിന്നെ ഇതാണെങ്കിൽ അൽഫാം മസാല വെച്ച് യൂസ് ചെയ്യുന്ന ഒരു ചിക്കൻ, അതായത് അൽഫാം ചിക്കൻ ആണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാ. തൊട്ടപ്പുറത്തുള്ള ഒരു കുബൂസാണ്, അതും റസിയാനി ഉണ്ടാക്കിയ കുബൂസാണ്. പിന്നെ മുട്ടക്കറി, ഫിഷ് കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതാണ് അൽഫാം ചിക്കൻ മസാല പറഞ്ഞല്ലേ. അങ്ങനെ റസിയാൻ്റെ ആണ് ഫുഡ് വാരി കൊടുത്തത് ബിലിയന് കേട്ടോ. ഷെമിദീദിന്റെ ഹസ്ബൻഡ്, പിന്നെ മോനാണ് ഇപ്പുറത്തുള്ളത് കേട്ടോ. ആള് ഇതേപോലെ ഗൾഫിലേക്ക് കേറാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ബീലു പിള്ളേരായിട്ട് കളിയായി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് പുറത്തിറങ്ങി കസിൻസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്റെ കസിൻസ് ആണ് കേട്ടോ. ഇവിടെയുള്ള രഹന ദീദി, സനൻ ദീദി, മസ്ന ദീദി. രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇതൊക്കെ പിന്നെ കഴിച്ചിട്ട് ഉണക്കായി, കായ്പോള, സാൻഡ്, പിന്നെ 1-2 ഐറ്റം ഉണ്ടായിരുന്നു, പേരറിയില്ല. ഇത് പപ്പാന്റെ ബ്രദർ ഫസലങ്കിള്, പഴയ റെസലറാണ് ആള്. ഇതാണ് പപ്പാന്റെ വൺ ആൻഡ് ഓൺലി ഫ്രണ്ട് സോമനങ്ങളും ശൈലേച്ചും. ഞങ്ങൾ മധുരയിൽ പോയ കഥകളൊക്കെ പറഞ്ഞിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ പപ്പ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ സ്റ്റേ. ഉച്ചക്ക് തിരിച്ച് റസിയാനിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേനും ഫിഷ് ബിരിയാണി, മത്സ്യം, മുട്ടമാല, മുട്ടസുർക്ക, അങ്ങനെ കുറെ ഐറ്റങ്ങൾ കേട്ടോ. അതില് മുട്ടമാലയും മുട്ടസുർക്കയും അൽസ ഉണ്ടാക്കിയത് ഉമ്മിദീദിയാണ് കേട്ടോ. അതിൽ കാണിച്ച എല്ലാ ഫുഡുകളും ഹോം മെയ്ഡ് ആണ് കേട്ടോ. എന്നിട്ട് ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങള് നാട്ടിലേക്ക് പോക്കായി. രാത്രിയായപ്പോ മമ്മക്ക് സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എമ്മി പോയതാണ്. പക്ഷെ അവിടുന്ന് സാൻഡ്വിച്ച് കിട്ടിയില്ല. അവിടുന്ന് ഒരു ബർഗർ കോക്ടെയിലും, പിന്നെ എമ്മീന്ന് ബർഗർ, അതേപോലെ ബിലൂന് ചിക്കൻ പോപ്കോൺ ഒക്കെ മേടിച്ച്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം ബിൻഷാദ്.